കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കട്ടിംഗ് ബ്ലൗസിൻ്റെ ബാക്കും സ്ലീവും കട്ട് ചെയ്യുവാനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കട്ടിംഗ് ബ്ലൗസിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമായ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല കട്ടിങ്ങിൻ്റെ അളവുകൾ, കാര്യമായ അളവുകളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഈസിയായി കട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഡ്രോയിങ്സും കൺസ്ട്രക്ഷനും പോയിന്റ്സും വിശദീകരണവും എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം കട്ട് ചെയ്യാൻ ആരംഭിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ പറയുന്നതാണ്. ഇതിനെ സീരിയസ് ആയി കാണേണ്ട ഒരു ഡ്രസ്സാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. കട്ടിംഗ് ബ്ലൗസിൻ്റെ ബേസ് മോഡലായ ഈ മോഡൽ പഠിച്ചതിന് ശേഷം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണെന്ന് കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഗൗരവത്തോടും കൂടി ബേസ് മോഡൽ ബ്ലൗസിനെ കാണുക. കാരണം ഇതിൻ്റെ തുടർച്ചയായാണ് പല കാര്യങ്ങളും നമുക്ക് പ്രിൻസസ് കട്ടിൽ ചെയ്യുവാനുള്ളത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വളരെയധികം സീരിയസ് ആയി തന്നെ കണ്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ക് പീസും സ്ലീവുമാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത്. അത് രണ്ടും കട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഇത് ബാക്ക് പീസ് കട്ട് ചെയ്ത ഭാഗവും ഇത് സ്ലീവ് കട്ട് ചെയ്ത ഭാഗവുമാണ്. ഈ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, വീതിയെ രണ്ടായി മടക്കിയ തുണിയെ നീളത്തിലിടുക. അതായത് നമ്മൾ ബാക്ക് പീസ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. വീതിയെ രണ്ടായി മടക്കിയ രീതിയിലാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെ നിങ്ങൾ അഴിക്കാതിരിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അത് നമുക്കൊന്നും ചെയ്യാനില്ല, ഇത് അങ്ങനെ തന്നെ ഇടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട് പീസായി എടുക്കുന്ന തുണിയെ ക്രോസ് വരുന്ന വിധത്തിൽ ഇതിന്റെ മുകളിലായി വെട്ടിയ ബാക്ക് പീസ് ഇട്ട് നെക്ക്, സൈഡ്, ഷോൾഡർ, ആം ഹോൾ എന്നിവ അടയാളപ്പെടുത്തുക. ഇത് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ക്രോസ് പീസ് വരുന്നത് പല രീതിയിൽ ക്രോസ് പീസ് വരാം. അതിനെ എങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്രോസ് എടുക്കുന്നതെന്ന് കാണിക്കാം. അതായത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത ഭാഗം ഇതാണ് എന്ന് നമുക്കറിയാം. ഇത് ബാക്ക് കട്ട് ചെയ്ത ഭാഗവുമാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ ഭാഗമാണ്. അതായത് ഇതിനെ എടുത്തതിന് ശേഷം ബാക്ക് പീസ് വെട്ടിയപ്പോൾ ഈ ഫോൾഡ് ഭാഗം നമ്മുടെ ശരീരത്തിനോടുകൂടി ചേർന്നാണ് കിടന്നിരുന്നത്. ഓപ്പണായ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലുമാണ്. ഇനി ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഓപ്പണായ ഭാഗമായിരിക്കണം ബാക്ക് പീസ് വെട്ടിയപ്പോൾ ഫോൾഡായി വന്നിരുന്ന ഭാഗത്ത് കിടക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരിക്കലും മറന്നു പോകാതെ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം ക്രോസ് വരുന്നത് പല രീതിയിൽ ക്രോസ് വരാം. ശരിയായ ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ യാണുകൾ, അതായത് ഇഴകൾ, വെർട്ടിക്കലായും ഹൊറിസോണ്ടലായുമുള്ള യാണുകളെ കുറിച്ചൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ബേസിക്സ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ആ മൊഡ്യൂളുകൾ എടുത്ത് കൃത്യമായി മനസ്സിലാക്കുക. യാണുകൾ എന്ന് പറയുന്നത് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ആണ് എന്ന് നമുക്കറിയാം ഒരു ഫാബ്രിക് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ ക്രോസ് എന്ന് പറയുന്നത് ഒരിക്കലും ചരിഞ്ഞ ഒരു യാൺ വരാൻ പാടുള്ളതല്ല. ഈ ഭാഗത്തേക്കോ യാണുകൾ ചരിഞ്ഞു വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ക്രോസ് എന്ന് പറയുന്നത് വരേണ്ടത്? ഈ രീതിയിലുമായിരിക്കണം നമുക്ക് ക്രോസ് ശരിയായി കിട്ടേണ്ടത്. അതായത് യാണുകൾ തമ്മിൽ ഇൻറ്റു ഷേപ്പിലായിരിക്കണം നിൽക്കേണ്ടത്. വെർട്ടിക്കലായും ഹൊറിസോണ്ടലായുമുള്ള യാണുകൾ ക്രോസ് കട്ടിംഗ് ബ്ലൗസിൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്രോസ് വരേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഫ്രണ്ട് പീസായി എടുക്കുന്ന തുണിയെ ക്രോസ് വരുന്ന വിധത്തിൽ ഇതിന്റെ മുകളിലായി വെട്ടിയ ബാക്ക് പീസ് ഇട്ട്, അതായത് ബാക്ക് പീസ് ഇടേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബാക്കിലെ ഫോൾഡ് ഭാഗമാണ് ബോഡിയുടെ സെന്ററായി വരുന്നത്. ആ ഫോൾഡ് വശമാണ് ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ഇടേണ്ടത്. അതായത് നമ്മുടെ ബോഡിയുടെ സെന്റർ ഒരു ഭാഗം ബാക്ക് ഭാഗത്ത് ഫോൾഡായും വരും, ഫ്രണ്ട് ഭാഗത്ത് ഹുക്ക് പിടിപ്പിക്കാനുള്ളത് കൊണ്ട് അവിടെ ഓപ്പൺ ആയും വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഫോൾഡ് ഭാഗം എന്ന് പറയുന്നത് ഈ ഓപ്പണായ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ
ഇതിനെ ബാക്ക് പീസിന് ഇടേണ്ടത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭാഗത്ത് അതായത് നമ്മുടെ ചെസ്റ്റ് വണ്ണം 4 അടയാളപ്പെടുത്തിയതും 1.5 ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയതുമായ ഈ ഭാഗത്ത് കൃത്യമായി തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാതെ ഇങ്ങനെയോ താഴേക്ക് ഇറക്കിയാലും പ്രശ്നമില്ല, നമുക്ക് ക്ലോത്ത് താഴേക്കുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരിക്കലും നിങ്ങൾ ഇതിനെ കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലാവരുത്. അതായത് താഴെ കിടക്കുന്ന ഈ ഫാബ്രിക്കിനെ കവർ ചെയ്ത് പുറത്തേക്ക് പോകുന്ന രീതിയിലാവരുത്. കൃത്യമായി ഇങ്ങനെ കൊണ്ടുവന്നിടുക. നമുക്ക് എത്ര ഫാബ്രിക് ഉണ്ടെങ്കിലും ഫാബ്രിക്കിനെ നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്ത് ശീലിക്കുക. ഇനി ഇവിടെ ഫ്രണ്ട് പീസിനെ ക്രോസായി എടുക്കുന്നതിന് ബാക്ക് പീസ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നേരെ ഇതിന്റെ ഇങ്ങനെ വലിച്ചാൽ ഈ രീതിയിൽ വലിയുന്ന രീതിയിലായിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിടരുത്, അതായത് ഈ രീതിയിൽ കൊണ്ടുവന്നിടരുത്. കാണുമ്പോൾ നമുക്ക് ക്രോസ് ആയൊക്കെ തോന്നാം, പക്ഷെ ശരിയായ ക്രോസ് ആയിരിക്കില്ല. അതായത് ഇതിന്റെ യാണുകൾ വരുന്നത് ഒരു വശത്തേക്ക് മാത്രമായിരിക്കും കൃത്യമായി വരുന്നത്, ബാക്കിയുള്ളത് ചെറിയൊരു ചെരിവിലായിരിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള ക്രോസ് വരുന്നത് ഈ യാണുകൾ ഏത് രീതിയിലാണ് വലിയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് വലിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഇനി ഈ ഭാഗം രണ്ടാമത് ഇട്ടപ്പോൾ കിട്ടിയ യാണുകൾ വലിയുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. തീരെ നിങ്ങളുടെ കൈവശം ഫാബ്രിക് കുറവാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാൻ പാടുള്ളൂ. കൃത്യമായി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ ഫാബ്രിക് നിങ്ങൾ വലിച്ചു നോക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കിട്ടേണ്ടതിന് ഇങ്ങനെ ആയിരിക്കണം കൊണ്ടുവന്ന് വെക്കേണ്ടത്. നേരെ മറിച്ച് ഇങ്ങനെ വെച്ചാലും ക്രോസ് ആയൊക്കെ തന്നെ തോന്നാം, പക്ഷെ അത് ശരിയായ ക്രോസ് ആയിരിക്കില്ല. ശരിയായ ക്രോസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കൃത്യമായി ഈ അറ്റവും കിട്ടുന്ന രീതിയിൽ തന്നെ വെക്കുക. അതിനെ കൃത്യമായി വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭാഗവും ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഏതൊക്കെ അളവുകളാണ് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്? നെക്ക്, സൈഡ്, ഷോൾഡർ, ആം ഹോൾ എന്നിവ അടയാളപ്പെടുത്തുക. അതായത് സൈഡ് എന്ന് പറയുന്നത് ഈ 2 സൈഡുമാണ്. ഇതാണ് നെക്ക്, ഷോൾഡർ, ആം ഹോൾ. അപ്പൊ നമുക്ക് വീണ്ടും ഫ്രണ്ട് പീസിൽ മെഷർ ചെയ്യാതിരിക്കാനുള്ള എളുപ്പ വഴിയാണ്. നമ്മുടെ ഡ്രോയിങ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നെക്കിന്റെ ഭാഗത്ത് അല്പം കൂടി ഉയർത്തി വരച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് നമുക്ക് ഇത്രയും ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ വെച്ചാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് നെക്ക് ഇത് 9 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അതനുസരിച്ച് ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം നമുക്ക് വരുന്നില്ല, 6 വരുന്നുള്ളൂ. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന മെഷർമെന്റ്സ് അനുസരിച്ച് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം. ഈ ലെവൽ നിങ്ങൾക്ക് നേരത്തെ മാർക്ക് ചെയ്താൽ കൺഫ്യൂഷൻ ഇല്ലാതെ, രണ്ടാമതൊന്നും വരയ്ക്കാതെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഇവിടെ നിന്ന് വിട്ടെടുക്കാവുന്നതാണ്. ഈ ലെവല് നമ്മൾ ഈ പീസ് മാറ്റിയതിന് ശേഷം വീണ്ടും അടയാളപ്പെടുത്താൻ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ട്രിക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന് ശേഷം പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്ക് ഇവിടെ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഈ ക്ലോത്തിൽ വരച്ചിരിക്കുന്നത് മുകളിൽ എടുത്തിരിക്കുന്ന കഴുത്ത് വീതിയല്ല, അല്പം കൂടെ നീക്കിയാണ് വരച്ചിരിക്കുന്നത്. അതായത് കഴുത്ത് വൈഡാക്കി ആണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മുകളിലെ, അതായത് ഷോൾഡർ ഭാഗത്തെ ഈ കഴുത്ത് വീതിയും പിന്നെ ഒരു അല്പം കൂടി മാത്രം താഴേക്ക് വരച്ചാൽ മതിയാകും. ഒരിക്കലും നിങ്ങൾ താഴെ ഈ ബാക്ക് നെക്കിന്റെ ഇറക്കത്തിലേക്ക് ടോട്ടൽ ചെയ്ത് വരയ്ക്കരുത്. ബാക്ക് നെക്ക് ഇറക്കം കുറഞ്ഞവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പോഴും ഈ യു ഷേപ്പ് നിങ്ങൾ വരയ്ക്കാതിരിക്കുക. കാരണം നമ്മുടെ ഫാബ്രിക്കിൽ ഒരുപാട് വരകൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും മാത്രം വരയ്ക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡറിന്റെ ഭാഗമാണ്. അതിങ്ങനെ വരച്ചു. അതിനുശേഷം ആം ഹോളിന്റെ അതേ ഷേപ്പും വരച്ചു. അപ്പം നമുക്കിനി മുൻകൈ കുഴിച്ചു വെട്ടുക എന്നത് മാത്രമേ ഫ്രണ്ട് കൈക്കുഴിയിൽ വരുന്നുള്ളൂ.
ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ ബാക്ക് പീസിൽ ചെസ്റ്റിന് 4 പോയിന്റ് ചെയ്തിരുന്നു, ആ അടയാളം ഇതുപോലെ വി ഷേപ്പാക്കി തന്നെ വരയ്ക്കുക. ഇനി ഈ സൈഡ് വരയ്ക്കുന്നതിന് മുൻപ് നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ജോയിന്റ് ചെയ്യേണ്ട സൈഡിലെ ചരിവുള്ള ഷേപ്പ് വരയ്ക്കാതെ നേരെ വരയ്ക്കുക. അതായത് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ചരിവ് കൊടുത്താണ് വരച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ചരിവിന്റെ ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് ഫ്രണ്ടിൽ ടക്സ് ഒക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിനെ ഒട്ടും കുറയ്ക്കാതെ നേരെ വരയ്ക്കുക. അതായത് നേരെ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. നമ്മുടെ അടുത്ത പോയിന്റ്, എന്നിട്ട് ബാക്ക് പീസ് മാറ്റുക. അപ്പോൾ നമുക്ക് ബാക്ക് പീസിനെ മാറ്റാം. ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. നിങ്ങൾ ഫാബ്രിക് മടക്കി വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ചുളിവുകൾ ഇല്ലാതിരിക്കാൻ ഇതുപോലെ കൃത്യമായി മടക്കി വെക്കുക. ഇനി അടുത്ത പോയിന്റ്, അതിനുശേഷം ഫ്രണ്ട് നെക്ക് ലെങ്ത് പ്ലസ് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ഫ്രണ്ടിൽ നമ്മളിവിടെ കുറച്ചു ഭാഗം മാത്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതില് നമുക്ക് എത്രയാണോ ആവശ്യം വരുന്നത് അത്രയും മാത്രം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി മാത്രം അടയാളപ്പെടുത്തുക. നമ്മൾ ബാക്കിനേക്ക് അടയാളപ്പെടുത്തിയ അതേപോലെ തന്നെയാണ് ഫ്രണ്ട് കഴുത്തിലും സ്റ്റിച്ചിങ് അലവൻസ് ഇടേണ്ടത്. കാരണം നമുക്ക് ക്രോസ് പീസ് വയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ട് നെക്ക് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫ്രണ്ട് നെക്ക് നിങ്ങൾ കൃത്യമായി അല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം കഴുത്തിറക്കം എടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് കഴുത്തിറക്കം അടയാളപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. എനിക്കിവിടെ ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ കൂടെ 1/4 ഇഞ്ച് കൂടി ചേർത്ത് 6.25 ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനോടുകൂടെ 1/4 ഇഞ്ച് മാത്രം കൂട്ടി ഇവിടെ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തുക. 6.25 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡാർക്ക് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് കഴുത്ത് വീതി എത്രയാണ് എന്ന് കൃത്യമാക്കിയതിന് ശേഷം മാത്രം, അതായത് 2 എനിക്കിവിടെ ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല ഈ ഫോൾഡ് ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ അടയാളപ്പെടുത്തിയ അതേ ഭാഗം ഉയർത്തി വരച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് തികയാതെ കഴുത്തിറക്കം കയറിയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനെ അല്പം കൂടി മുകളിലേക്ക് ചേർത്ത് വരയ്ക്കുക. സ്കെയിലോ ടൈപ്പോ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കണം കഴുത്ത് വീതി എടുക്കേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 2 ഇഞ്ച് എടുത്തു. 2 ഇഞ്ചിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു ഈ ആദ്യം അടയാളപ്പെടുത്തിയതിൽ നിന്ന്. അതിനെ ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിനു ശേഷം ബോക്സ് ആക്കുക. അപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ബാക്കിൽ കഴുത്ത് വീതി കൂട്ടി വരച്ചിരുന്നത് കൊണ്ട് ഇവിടെ ആദ്യം ആ ബാക്കിലെ കഴുത്തിനനുസരിച്ച് വരച്ചപ്പോൾ അല്പം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് കഴുത്തിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തപ്പോൾ അത് അല്പം പുറത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്ര കൃത്യമായി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കുവാനാണ്. ഇനി എന്താണ് അടുത്തതെന്ന് നോക്കാം. ഇത് നമ്മുടെ 7ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മുകളിൽ നിന്ന് യു ഷേപ്പ് വരച്ചു തുടങ്ങുമെങ്കിലും താഴേക്ക് വരുമ്പോൾ സ്ക്വയറിൽ നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് പോയിട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് അവസാനിക്കുന്നതിന് മുൻപ് സ്ക്വയറിന്റെ അകത്ത് കയറുക. ഇതാണ് നമ്മുടെ 7ാമത്തെ പോയിന്റ്. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. പലരും കഴുത്ത് ഫ്രണ്ടിൽ വരയ്ക്കുന്നത് ഈ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെ ആക്കി വരയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് തെറ്റുണ്ടെന്നല്ല, അതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായി ഈ സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് പോയി അകത്തേക്ക് കയറുമ്പോൾ കഴുത്തിന് കൂടുതൽ ഭംഗി ഉള്ളതായി തോന്നാറുണ്ട്. നമ്മുടെ ഡ്രോയിങ്ങിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിൽ നിന്ന് അല്പം പുറത്തേക്ക് പോയിട്ടുണ്ട്. എക്സ്പ്ലനേഷനും കൺസ്ട്രക്ഷനും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഇത് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഈ ഷേപ്പ് വരയ്ക്കുന്നതെങ്കിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ യു ഷേപ്പാണ് വരച്ചിരിക്കുന്നതെങ്കിലും ഇട്ടതിന് ശേഷം നമുക്ക് വി ആയിട്ടാണ് ഇട്ട് കഴിയുമ്പോൾ തോന്നുന്നത്. അത് ഒഴിവാക്കാനും കൂടുതൽ ഭംഗിയിൽ വരാനുമാണ് ഇവിടെ നിന്ന് വരച്ച് പുറത്തേക്കെടുത്ത് ഇതിനുള്ളിൽ തന്നെ കയറുന്നത്. പക്ഷേ അത് വരയ്ക്കുന്നതിന് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത്
മുകളിൽ നിന്ന്, അതാണ് നമ്മുടെ പോയിന്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, മുകളിൽ നിന്ന് യു ഷേപ്പ് വരച്ചു തുടങ്ങുമെങ്കിലും അധികം വലുതായിട്ട് പോകരുത്. ഏതാണ്ട് നമ്മുടെ നെക്കിന്റെ പകുതി ഭാഗത്ത് വെച്ച് തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് കയറുക. അതായത് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ കഴുത്ത് വരേണ്ട ഷേപ്പ്. ഒരിക്കലും നിങ്ങൾ ഈ സ്ക്വയറിന്റെ മൂലയിലേക്ക് ഇറക്കി വരയ്ക്കരുത്. കാരണം നിങ്ങളുടെ ഇന്നർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് നിൽക്കുന്നത് നമ്മുടെ കഴുത്തിനും ബസ് പോയിന്റിനെയും മിഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കഴുത്ത് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ റൗണ്ട് ഷേപ്പ് വരുന്നത് നമ്മുടെ നെക്കിന്റെ പകുതി ഭാഗത്തായിട്ടായിരിക്കും. താഴേക്ക് ഇങ്ങനെയാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നർ പുറത്തേക്ക് വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അരയിഞ്ചിൽ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അടുത്ത പോയിന്റ്, ഷോൾഡർ അടയാളപ്പെടുത്തിയതിന്റെ പകുതി ഭാഗത്ത് കൊണ്ടുവന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് കട്ടിംഗ് ലെങ്ത് പ്ലസ് മുക്കാൽ അടയാളപ്പെടുത്തുക. അതായത് ഇതാണ് നമ്മുടെ ഷോൾഡർ വരച്ചിരിക്കുന്നത്. അതിന്റെ പകുതി ഭാഗത്ത് ടേപ്പ് വെക്കുക. അതിനുശേഷം താഴേക്ക് നമുക്ക് എത്രയാണോ കട്ടിംഗ് വരെ ഇറക്കം, ഏത് രീതിയിലാണ് മെഷർമെന്റ്സ് എടുക്കേണ്ടത് എന്ന് പഠിക്കുന്ന മൊഡ്യൂളിൽ കൃത്യമായി കട്ടിംഗ് ലെങ്ത് ഒക്കെ എടുക്കുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. അത് അനുസരിച്ച് ഇവിടെ നമുക്കിപ്പോൾ കിട്ടേണ്ടത് 14.5 അതിനോടുകൂടി 3/4 ഇഞ്ച് കൂടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെക്കുന്നത് നിങ്ങൾ ഷോൾഡർ അടയാളപ്പെടുത്തിയതിന്റെ സെന്ററിലായിരിക്കണം ടേപ്പ് വെക്കേണ്ടത്. അതിനുശേഷം 3/4 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ 15.4 എനിക്കിവിടെ വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കട്ടിംഗ് ലെങ്ത് അതിനനുസരിച്ച് 3/4 ഇഞ്ച് കൂടി കൂട്ടിയതിന് ശേഷം ഇവിടെ താഴെ അടയാളപ്പെടുത്തുക. ഇനി നമ്മുടെ അടുത്ത പോയിന്റ്, കഴുത്തിന്റെ സെന്റർ ഭാഗത്തായി സൈഡിൽ 1/4 ഇഞ്ച് നീക്കി വരയ്ക്കുക. അതായത് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള പടി അടിക്കുവാനാണ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്ന 1/4 ഇഞ്ച്. ഈ 1/4 ഇഞ്ചിലായിരിക്കും നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെന്റിൽ വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വരച്ചിടുന്നത്. ഇത് നമ്മൾ ബാക്ക് പീസ് വെച്ച് വരച്ച വരയാണ്. ഇത് എക്സ്ട്രാ ഒരു പീസ് ജോയിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റിച്ചിങ് അലവൻസ് ആണ്. അതിനുശേഷം അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഇടതുവശത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്തിന്റെ താഴെ നിന്ന് അളവിലുള്ളതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. അതായത് 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്കിന്റെ ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭാഗത്ത് അളവിലുള്ളതിനേക്കാൾ, അതായത് നിങ്ങൾക്ക് മെഷർമെന്റ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, 2 ഭാഗത്തും നിങ്ങൾക്ക് വരച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഴുത്തിന്റെ താഴെ ഭാഗത്തുള്ളതെന്ന് അല്ലെങ്കിൽ കൈക്കുഴിയുടെ താഴെ ഭാഗത്തുള്ള അളവെന്നോ എഴുതിയിട്ടതിന് ശേഷം 2 അളവുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ അളവുകൾ എത്രയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് 1 ഇഞ്ച് കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ആവശ്യം 4.5 നിങ്ങൾക്കിവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനോടുകൂടെ 1 ഇഞ്ച് കൂടി ചേർത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ 5.5 എനിക്ക് ആവശ്യം വരുന്നത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ്, അതുപോലെ തന്നെ കൈക്കുഴിയുടെ താഴെ നിന്ന് അളവിലുള്ളതിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റുകളും കട്ടിംഗ് ലെങ്ത് പ്ലസ് 3/4 അടയാളപ്പെടുത്തിയ പോയിന്റും കൂടി ചേർത്ത് ഷേപ്പിൽ വരയ്ക്കുക. ഇതാണ് നമ്മുടെ കട്ടിംഗ് ലെങ്ത്തിന്റെ താഴെ ഭാഗത്തുള്ള ഷേപ്പ് വരുന്നത്. അതായത് കൈക്കുഴിയുടെ ഈ ഭാഗത്തും നെക്കിന്റെ സൈഡിൽ വരച്ചതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി വരയ്ക്കുക. ഞാനിവിടെ 5.5 തന്നെയാണ് എടുക്കുന്നത്. 5.5 തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ അളവിനനുസരിച്ച് നിങ്ങൾ 1 ഇഞ്ച് കൂടെ ചേർത്ത് രണ്ടും വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇനി കട്ടിംഗ് ലെങ്ത്തിന്റെ ഷേപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡ്രോയിങ്ങിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വരയ്ക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരയ്ക്കരുത്, ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇതിലേക്ക് വരയ്ക്കുക. ഇതാണ് നമ്മുടെ കട്ടിംഗ് ലെങ്ത്തിന്റെ ഷേപ്പ് വരുന്നത്.
ആവശ്യമില്ലാത്ത വരകൾ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചിടുക. വേണ്ടാത്തത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നിങ്ങളൊന്ന് വരച്ചിടുക. ഈ അളവ് വരുന്നത് ഓരോരുത്തരുടെയും ബസ്റ്റിന്റെ ഇറക്കം അനുസരിച്ചാണെന്നുള്ളത് നമുക്കറിയാം. ചിലർക്ക് ഇത്രയും ഷേപ്പ് വരണം എന്നില്ല, ചിലപ്പോൾ ഇതിൽ കൂടാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ചിലർക്ക് ഈ ഭാഗത്ത് ഒരല്പം ഇറക്കം കൂടുതലായിരിക്കും, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഷേപ്പ് വരുന്നത്. അത് ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് അനുസരിച്ചാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് തന്നെയായാലും നിങ്ങൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പുകളൊന്നും കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജിനനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഭാഗം കഴിഞ്ഞു, അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. മുൻകൈ 1.5 ഇഞ്ച് ലൂസിൽ മുട്ടാതെ കുഴിച്ചു വരയ്ക്കുക. അതായത് നമുക്ക് എല്ലാ ഡ്രസ്സിനും മുൻകൈ കുഴിച്ചു വരയ്ക്കണമെന്ന് നമുക്കറിയാം. അതനുസരിച്ച് നമ്മളിവിടെ 1.5 ഇഞ്ച് അലവൻസിന്റെ ഇവിടെ ബാക്ക് പീസ് വെട്ടിയപ്പോൾ പോയിന്റ് ചെയ്തിരുന്നു ചെസ്റ്റിന്റെ 4/1. ആ അടയാളത്തിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ 1.5 ഇഞ്ച് ലൂസിലേക്ക് വരരുത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ സ്ലീവിൽ വരച്ചിരിക്കുന്ന അതേ അളവിൽ തന്നെ ആയിരിക്കണം ബോഡി പീസിലും വരേണ്ടത്. അപ്പോൾ അതിനെ അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുക. ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടുള്ളൂ. ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ തുടക്കക്കാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ ചെയ്ത് തന്നെ ശീലിക്കുക. ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. അതായത് കുഴിവ് നമ്മുടെ ഈ റൗണ്ട് പോലെയുള്ള ഭാഗത്തായിരിക്കും. അവിടെ നിന്ന് പതുക്കെ പതുക്കെ ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം ഷോൾഡറിന്റെ ഭാഗത്തേക്ക് നമുക്ക് മുൻകൈ കുഴിച്ചു വെട്ടുമ്പോൾ വരേണ്ടത്. ഇത്രയുമായപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ വരേണ്ട പ്രധാനപ്പെട്ട 3 അളവുകളാണ് ടക്കിന്റെ അളവുകൾ. അതാണ് നമുക്കിനി ചെയ്യേണ്ടത്. ടക്ക് വരയ്ക്കുന്ന വിധം അഥവാ ഡാർട്ട് വരയ്ക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഷോൾഡറിന്റെ പകുതിയിൽ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് ടക്കിറക്കം പ്ലസ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. നിങ്ങൾ ഈ തയ്യൽ തുമ്പുകൾ കൂട്ടുന്നതിന് പലതും പല അളവാണ്. അതുകൊണ്ട് ഓരോന്നും എത്രയാണ് കൂട്ടേണ്ടതെന്ന് നന്നായി മനസ്സിലാക്കുക. കാരണം ബ്ലൗസ് എന്ന് പറയുന്നത് കൃത്യമായ അളവിലുള്ള ഒരു ഡ്രസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചാൽ അത് അങ്ങനെ തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ് ബ്ലൗസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ നിങ്ങളുടെ ആവശ്യമുള്ള ടക്കിറക്കം അതിനെ 1/2 ഇഞ്ച് മാത്രം കൂട്ടി ഷോൾഡറിന്റെ പകുതിയിൽ കൊണ്ടുവന്ന് ടേപ്പ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ എനിക്ക് ആവശ്യം 10.5 10യുടെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 11 വരും. ഇത് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, ഡാർക്ക് ചെയ്യരുത്. കാരണം നമുക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ അടയാളപ്പെടുത്തിയത് ഇടതുവശത്ത് നിന്ന് 4-ൽ ആയിരിക്കണം. അതായത് ഒരു നോർമൽ മെഷർമെന്റ്സ് ഉള്ള അളവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചിൽ തന്നെയാണോ നമ്മൾ മുകളിൽ നിന്ന് അടയാളപ്പെടുത്തിയ ടക്കിറക്കം പ്ലസ് 1/2 ഇഞ്ച് എന്നുള്ളത് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ഇത് ഡാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് 4 കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഡാർക്ക് ചെയ്യുക. ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിനെ സെന്റർ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലൗസിന്റെ ടക്കുകളിൽ സെന്റർ പോയിന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അടയാളപ്പെടുത്തിയത് ഷോൾഡറിന്റെ പകുതി ഭാഗത്ത് നിന്ന് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടക്കിറക്കത്തിനോടുകൂടി 1/2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ നെക്കിന്റെ താഴെ ഇടതുഭാഗത്ത് നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് 4 ഇഞ്ചിൽ തന്നെയാണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം ഡാർക്ക് ചെയ്യുക. ഇനി ഈ അളവ് ഒരു 50 ഇഞ്ചസ് ഒക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് മാറ്റം വരും. ഈ 4 എന്നുള്ളത് 4.5-യോ 5-ഓ ഓരോരുത്തരുടെയും ബസ്റ്റിന്റെ സൈസ് അനുസരിച്ച് 5 വരെ പോകാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ആവശ്യം വരാറില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചുരിദാറിന്റെ ബാക്കിൽ ടക്ക് ഇടുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 6 പീസ് ചുരിദാർ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റർ പീസ് കട്ട് ചെയ്യുന്ന സമയത്തും അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. അബ്നോർമൽ മെഷർമെന്റ്സ് വരുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. ഇവിടെ നോർമൽ മെഷർമെന്റ് ആയതിനാൽ ഇവിടെ നിന്ന് 4-ലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇടതുവശത്ത് നിന്ന് തന്നെ 4ന്റെ നേരെ 2 അടയാളപ്പെടുത്തുക. അതായത് നമ്മളിവിടെ ഇങ്ങനെ 4 അടയാളപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് 2 കൂടെ അടയാളപ്പെടുത്തുക. ഇത് മാറ്റമില്ല. അബ്നോർമൽ ആയാലും നോർമൽ ആയാലും എല്ലാ മെഷർമെന്റ്സിനും
ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ഡയറക്ഷൻ മാറ്റിയോ ഇങ്ങനെയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ പോയിന്റുകളും സെന്റർ പോയിന്റിന് നേരെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും കൂടുതൽ കപ്പിന് ഭംഗി കിട്ടുന്നത് സെന്റർ പോയിന്റിന് നേരെ. നിങ്ങളിപ്പോ ഇവിടെ നിന്നാണ് ഒരു ടക്ക് ഇടുന്ന ഒരാളാണെങ്കിൽ അതും ഈ സെന്റർ പോയിന്റിന് നേരെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചരിച്ചിട്ടിട്ടാലും ഇങ്ങനെ ഇട്ടാലും നേരെ ഇട്ടാലും എല്ലാം സെന്റർ പോയിന്റിനെ നോക്കി വേണം നിൽക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഇടതുഭാഗത്ത് നിന്ന് 2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം എന്താണ് നമുക്ക് വേണ്ടത് നോക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിടാവുന്നതാണ്. തുടക്കക്കാർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിനായിട്ട് വരച്ചിടാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയും വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നേരെ വരയ്ക്കുന്നു എങ്കിൽ ഇതുപോലെ 4 അടയാളപ്പെടുത്തുക. 4 ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അത് കൃത്യമാക്കിയതിനു ശേഷം മാത്രം ഇങ്ങനെ വരച്ചിടുക. ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് ഒരു പോയിന്റ് ഇവിടെ വരയ്ക്കുവാനുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഡാട്ട് ഇടുക. ഈ 3 നമുക്ക് ആവശ്യമാണ്. ഇത് സാധാരണ ബ്ലൗസ് ആയതുകൊണ്ട്, ബേസ് മോഡൽ ആയതുകൊണ്ടാണ് 3 ടക്ക് വരുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ളത് പ്രിൻസസ് കട്ട് ആണ്. പ്രിൻസസ് കട്ട് പഠിക്കുന്നതിന് മുൻപ് ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ പ്രിൻസസ് കട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതിനെ മനസ്സിലാക്കി എടുക്കുവാൻ ഇത് പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കുക. ഇനി വരുന്നത് നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ഡാർട്ടാണ്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മുടെ അടുത്ത പോയിന്റ്, 3ാമത്തെ ടക്ക് 1.5 ഇഞ്ച് കൂട്ടാതെയുള്ള മൊത്തം കൈക്കുഴിയുടെ ഏകദേശം 1/3 ഭാഗത്തു നിന്ന് തുടങ്ങി പ്രധാന ടക്സിന് നേരെ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് എന്നീ അകലത്തിൽ വന്ന് അവസാനിക്കുക. ഈ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതായത് 1.5 ഇഞ്ച് കൈക്കുഴി നമ്മളിവിടെ മുൻകൈ കുഴിച്ച് വരച്ചപ്പോഴും ഒന്നിലും നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള കൈക്കുഴി. ഇതിന്റെ 1/3 ഭാഗം, അതായത് നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് പോകും. ഇതാണ് ഇത്രയും ഭാഗം നമുക്ക് വരുന്നത്. ഇതിന്റെ ഏകദേശം 1/3 ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് സെന്റർ പോയിന്റിന് നേരെ വെക്കുമ്പോൾ സെന്റർ പോയിന്റിന്റെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം 1/2 ഇഞ്ച് വേണോ, 1 ഇഞ്ച് വേണോ, 2 ഇഞ്ച് വേണോ, 1.5 ഇഞ്ച് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോ 1/2 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഈ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഭംഗി തന്നെ നമുക്കിവിടെ കിട്ടും. പക്ഷെ ടക്സ് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാം. ടക്സ് അടിക്കുന്നത് വൃത്തിയായിട്ടല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് അബദ്ധമായിട്ട് മാറുന്നത്. ഇനി ഒരല്പം പ്രായമുള്ളവർക്കാണ് എങ്കിൽ, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാരൊക്കെ ഇത്രയും ഷാർപ്പായിട്ട് വേണ്ട എന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ സെന്റർ പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് നീക്കി നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കാവുന്നതാണ്. ഇതിപ്പോ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിന് ഈ 1/2 ഇഞ്ച് ഗ്യാപ്പിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ചേർന്ന് വരുന്നതോ പ്രശ്നമുണ്ടാകില്ല. അതായത് കപ്പ് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ ബസ്റ്റ് കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുന്ന രീതിയിൽ വരാൻ വേണ്ടിയാണ് ഈ ടക്ക് ഇതുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1/2 ഇഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച്, 1.5 ഇഞ്ച് ഇങ്ങനെ അകന്നകന്ന് പോകാം. അത് 2 ഇഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക. ഇതിപ്പോ 1/2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെയും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ടേപ്പ് വെച്ച് നോക്കുക. ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതും സെന്റർ പോയിന്റിന് നേരെയാണ് ചെറിയ ടക്ക്. ഇതും അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ടക്സ് ഇടുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് അകലം വേണ്ടത് ഈ സെന്റർ പോയിന്റിന് നേരെ തന്നെ ടക്ക് വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 ടക്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെക്കിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്യാൻ ആരംഭിക്കുക. അതായത് ഇങ്ങനെ എടുക്കുക. ഇത് ഓപ്പണുള്ള വശമാണെന്ന് നമുക്കറിയാം. അതിനെ ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം
എടുക്കുക. പിന്നീട് കത്രികയെ നമുക്കറിയാം ഫുള്ള് ഓപ്പൺ ചെയ്ത് യുവിനെ ഒറ്റ കട്ടിങ്ങിൽ കൊണ്ടുവരിക എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മുകളിലേക്ക് വരയുടെ അപ്പുറത്തേക്ക് പോകാതെ നേരെ തന്നെയോ അല്പം ഉള്ളിലാക്കി വെട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വെട്ടുക. അപ്പോൾ നെക്കാണ് നമ്മുടെ ആദ്യം വെട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡർ കട്ട് ചെയ്യുക. ഷോൾഡർ കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ചെയ്യേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി ഇത്രയും ഭാഗം കട്ട് ചെയ്യുക. അത് വളരെ ശ്രദ്ധിച്ച് ഇവിടെയും യു വരുന്ന ഭാഗത്തൊക്കെ പരമാവധി നിങ്ങളുടെ കത്രിക വലുതാണെങ്കിൽ ഒറ്റ കട്ടിങ്ങിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗവും കൂടി നേരെ കട്ട് ചെയ്യുക. ഇത് നമ്മൾ നേരെയാണ് വരച്ചിരിക്കുന്നത്. അതിനുള്ള റീസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കട്ട് ചെയ്ത് തീർത്ത് കളയരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മടക്കി മടക്കി തന്നെ ഇടും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യേണ്ട 2 വരയുണ്ട്. അതിൽ 1/4 ഇഞ്ച് നീക്കി വരച്ചിരിക്കുന്ന വരയിലൂടെ നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ വരയിലൂടെ ഇങ്ങനെ പോവുക. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊന്ന്, ടക്കിനെ കൃത്യമായി അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ടക്കിന്റെ നേരെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്യുക. വീണ്ടും സെന്റർ പോയിന്റിനെ എടുക്കുക. സെന്റർ പോയിന്റിന്റെ താഴെഭാഗത്തും ഇതുപോലെ തന്നെ പോയിന്റ് ചെയ്യുക. കൈക്കുഴിയുടെ ഭാഗത്തും പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊന്ന്, നിങ്ങളുടെ ചെസ്റ്റിന്റെ നല്ലൊരു ഭാഗം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. അതും കൂടി ഇതുപോലെ തന്നെ പോയിന്റ് ചെയ്ത് വെക്കുക. നമ്മൾ ബാക്ക് പീസിൽ പോയിന്റ് ചെയ്തിരുന്നതാണ്. സൈഡ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അളവുകൾ എടുക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ടക്ക് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കത്രികയ്ക്ക് ഷാർപ്പായിട്ടുള്ള ഭാഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വലിയ സൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതിയാകും. ചെറിയ ഒരു ബലം കൊടുത്താൽ താഴെ ഒരു ചെറിയ അടയാളം വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം. ഈ സൂചിയാണെങ്കിൽ കുത്തുമ്പോൾ താഴെ ഒരു ഹോള് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 3 പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പോയിന്റുകളെ നമ്മൾ ഇതുപോലെ 3 എണ്ണത്തിനെയും ഇതിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. ഇത് നമ്മുടെ സെന്റർ പോയിന്റ്. ഇത് നമ്മുടെ 2 ഇഞ്ചിന്റെ ചെറിയ ടക്ക്. ഇത് നമ്മുടെ 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പുള്ള ടക്ക്. ഇത്രയും ഭാഗം നമ്മൾ അപ്പുറത്തെ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് കട്ടിങ് വരയ്ക്കേണ്ട വിധമാണ്. ഒന്നാമത്തെ പോയിന്റ്, കട്ടിങ്ങിനുള്ള പീസിന് മുകളിലായി ഫ്രണ്ട് പീസ് കൊണ്ടുവന്നിടുക. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്, ബാക്ക് പീസ് വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പീസിന് വരച്ചത് ബാക്ക് പീസ് കൊണ്ടുവന്നിട്ടതിന് ശേഷമാണ്. ഇനി നമ്മൾ കട്ടിങ് വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് പീസിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അളവുകളൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എടുക്കുന്ന ഒരു രീതിയാണ്. തുടക്കക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഒട്ടും ഭയപ്പെടാതെ ഈ അളവിലുള്ള കട്ടിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കട്ടിങ്ങിന് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്ന്, ബാക്ക് പീസിനോട് കണക്ട് ചെയ്താണ് ഫ്രണ്ട് പീസ് നിൽക്കുന്നത്, ഫ്രണ്ട് പീസിനോട് കണക്ട് ചെയ്താണ് വരയ്ക്കുമ്പോൾ കട്ടിങ് നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നും കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്കിതിനെ മാറ്റാം. അതിനുശേഷം ഇതിന്റെ ഫാബ്രിക് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ ബാലൻസ് വന്നിരിക്കുന്ന തുണി ഇത്രയുമാണ്. ഇതിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്ന്,
ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ക്രോസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇത് ക്രോസ് ആയിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് എടുത്തത്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇനി നേരെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. വെക്കുമ്പോൾ ഈ ഭാഗം ഒന്നും വെളിയിലേക്ക് പോകാതെ, അതായത് ഇങ്ങനെ പോകാതെ കൊണ്ടുവന്ന് വെക്കുക. വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഈ ഭാഗം ഒരുപോലെ ആണോ കിടക്കുന്നത് എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ ഒരുമിച്ചാക്കിയതിന് ശേഷം മാത്രമാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഇനി ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെയും എല്ലാം ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മുടെ അടുത്ത പോയിന്റ്, അതിനുശേഷം ഷോൾഡറിന്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് ഫ്രണ്ട് ഫുൾ ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനിയാണ് നമ്മുടെ ഫ്രണ്ട് ഫുൾ ലെങ്ത്തിന്റെ ആവശ്യമൊക്കെ വരുന്നത്. ഫ്രണ്ട് ഫുൾ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനോടുകൂടി 1.5 ഇഞ്ച് കൂടി ചേർത്ത് അടയാളപ്പെടുത്തുക. എനിക്കിവിടെ 16.5 ആവശ്യം വരുന്നത്. 16.5 കൂടെ 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 18 വരും. ഈ 18 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അത് ലെവലായി വരയ്ക്കുക. അത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിനെ ലെവലായി വരയ്ക്കുക എന്ന് പറയുന്നത് താഴെ ഇതുപോലെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഫ്രണ്ട് ഫുൾ ലെങ്ത് പ്ലസ് 1.5 ഇത് വെച്ചതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്ത് അതിനെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ഫ്രണ്ട് പീസിന്റെ അടിയിലെ ഷേപ്പ് കട്ടിങ്ങിലും വരയ്ക്കുക. അതായത് ഫ്രണ്ട് പീസിന്റെ അടിയിലെ ഷേപ്പ് കട്ടിങ്ങിലും വരയ്ക്കുക. ഇതാണ് നമ്മൾ കട്ടിങ്ങിന് എടുക്കുന്നത്. ഇതിന്റെ അടിയിലുള്ള ഈ ഷേപ്പിനെ ഇങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ഡോട്ട്സ് ഉപയോഗിക്കുക. ഒരിക്കലും കൂട്ടിച്ചേർത്ത് വരച്ച് കളയരുത്. ഡോട്ട്സ് മാത്രം ഉപയോഗിക്കുക. ഇവിടെ തേരുവശം എടുക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്യുന്നുണ്ട്. അറ്റത്തേക്ക് ചേർത്താണ് നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഷേപ്പ് ഈ അറ്റത്തായിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ തേര് ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് അറ്റത്തേക്കുണ്ട്. ഇതിന്റെ ഈ ലെവൽ വെച്ച് തന്നെ എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് ഇടതുവശത്തെ ഷേപ്പ് മാത്രം അല്പം കൂടി ഇറക്കി ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇടതുവശം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ തിരിച്ചിടുമ്പോൾ ഇടതുവശം എന്ന് പറയുന്നത് നെക്കിന്റെ താഴെയുള്ള ഭാഗമാണ്. അതായത് ഇത്രയും ഭാഗം ഒരല്പം കൂടി ഇറക്കി. ഇനി നമുക്കിതിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ കട്ടിങ്. ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇടതുവശത്തെ ഷേപ്പ് മാത്രം നമുക്ക് ആവശ്യം ഉള്ളത്ര വീതിയിൽ ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് എന്താണ്? കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ ഫ്രണ്ടിനേക്ക് ആവശ്യത്തിന് താഴേക്ക് ഇറങ്ങി വരാനും കറക്റ്റ് മെഷർമെന്റിൽ ബോഡിയോട് ചേർന്ന് കിടക്കാനും ഒക്കെ ഈ വീതി അല്പം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിന്റെ ഷേപ്പ് ഇതാണ്. ഇനി മറ്റൊരു കാര്യം ഇതിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രോയിങ്ങിലൊക്കെ വരച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോൾ പറയുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഡ്രോയിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ടക്ക് ഇടുന്നതിന് ഇത് അതേപോലെ തന്നെ വെച്ച് വരച്ചതാണ്. ടക്ക് ഇടുമ്പോൾ നമുക്കിവിടെ താഴെ കുറച്ച് തുണി നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഉള്ളിലേക്ക് നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. മിനിമം ആണ് 3 ഇഞ്ച്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിൽ കൂടുതലൊക്കെ എടുക്കാം. അത് വിശദമായി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറയാം. ഇതിൽ നമുക്കിപ്പോൾ ഇത്രയും ഫാബ്രിക്കിന്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് നിന്ന് അല്പം കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. കാരണം 3 ഇഞ്ച് നമുക്ക് പോയാൽ ബാക്കി എങ്ങനെ വന്നാലും കട്ടിങ്ങിൽ അല്പം കൂടെ വരും. അത് നമുക്ക് തയ്ച്ചതിന് ശേഷം ആവശ്യമില്ലാത്തതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു 1.5 ഇഞ്ചോളം നീക്കി ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അത് അവിടെ കിടക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഏറ്റവും അവസാനം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് വേണ്ട എങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത്, ഈ രണ്ടറ്റത്തും ഇതുപോലെയുള്ള പോയിന്റ് വന്നിരിക്കുന്നത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി ഇതാണ് സൈഡ് ജോയിൻ ചെയ്യേണ്ട ഭാഗമെന്ന് നമുക്കറിയാം. കട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചരിവ് കൊടുത്ത് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഡ്രോയിങ്ങിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഷാർപ്പായിട്ട് നിൽക്കുന്നത്, അതായത് ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഷാർപ്പായും സൈഡ് ജോയിൻ ചെയ്യേണ്ട ഭാഗത്ത് ചരിച്ചുമാണ് ഈ കട്ടിങ്ങിനെ
വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം കട്ട് ചെയ്യേണ്ടത് ഈ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തൂടെ മാത്രം കട്ട് ചെയ്യുക. നമുക്കത് വേണ്ടാത്തതായിരിക്കാം, ചിലപ്പോൾ ഒന്നും ഉപയോഗം വരില്ലായിരിക്കാം, എങ്കിൽ കൂടി നമുക്ക് ആവശ്യമുള്ള വരകളിലൂടെ മാത്രം കട്ട് ചെയ്യുക. ഇതിനെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം കട്ടിങ്ങിന്റെ ശരിയായ ഷേപ്പ് കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് 2 കട്ടിങ് ആണ് കിട്ടിയിട്ടുള്ളത്. 6 എണ്ണമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കൂടെ പറയാം. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ ലെവൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ലെവൽ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കട്ടിങ്ങിനെ വളരെ ഈസിയായി കൂടുതൽ മെഷർമെന്റ്സ് ഒന്നുമില്ലാതെ ഫ്രണ്ട് പീസ് ഉപയോഗിച്ച് നീളത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കട്ടിങ്ങുകളൊക്കെ എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കട്ടിങ് എടുത്തതിൻ്റെ അല്പം ഭാഗം നീണ്ടു നിന്നിരുന്ന വശമാണിത്. നിങ്ങളുടെ കൈവശം ഇത് കുറച്ചുകൂടി ലെങ്ത്തിലോ വിഡ്ത്തിലോ കിടക്കുന്നുണ്ട് എങ്കിൽ ഇത് വെട്ടുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് വെട്ടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കി വെട്ടുകയോ ചെയ്യാവുന്നതാണ്. ഇതിനെ എടുക്കുമ്പോൾ ഒരല്പം കുറവ് നമുക്കിവിടെ വരുന്നുണ്ട്. ഞാനത് കാര്യമാക്കുന്നില്ല, കാരണം എനിക്ക് അകത്തിട്ട് കൊടുക്കാനുള്ള പീസ് ആയതുകൊണ്ട് ഞാൻ സെയിം തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം കുറവാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കാതെ എക്സ്ട്രാ ഇതുപോലെ ഇതിനോട് ചേരുന്ന ഒരു പീസ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസിനെ ഈ ഭാഗത്തിന് ശേഷം ജോയിന്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസ് കൂടി വേണം. ഇപ്പൊ 4 പീസാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇത് 2 എണ്ണം ഏറ്റവും ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് നീളത്തിലുള്ളതാണ്. ഇപ്പോൾ വെട്ടിയതും നീളത്തിലുള്ള പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എപ്പോഴും ആദ്യം വെട്ടിയ പീസിനെ തന്നെ നിങ്ങൾ പീസ് വെച്ച് എടുക്കുവാനായിട്ട് ഉപയോഗിക്കുക. കാരണം കറക്റ്റ് മെഷർമെന്റ് അതാണ്. ഇനി നമുക്ക് കിട്ടുന്ന ഭാഗത്ത് നിന്ന് അടുത്തതിനെ എടുക്കാം. അതുപോലെ ഇതും കട്ട് ചെയ്തെടുക്കുക. ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 6 കട്ടിങ് നമുക്ക് ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം കട്ട് ചെയ്ത് തന്നെയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഹുക്കും ഐയും പിടിപ്പിക്കുവാനുള്ള ബാൻഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നെക്ക് വെട്ടിയിരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്, ഇതിനെ ഒരിക്കലും നിങ്ങൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കളയരുത്, നമുക്ക് ബാൻഡ് എടുക്കാനായിട്ട് ആവശ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ ഇവിടെ വീതി കൂട്ടി താഴെ ഭാഗത്ത് അല്പം വെട്ടിയിരുന്നത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, ലെവലാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിനെ ഒരു ഭാഗത്ത് ചെറുതും ഒരു ഭാഗത്ത് വലുതുമാക്കി കട്ട് ചെയ്യുക. അതായത് ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് ഒരെണ്ണം 1.5 ഇഞ്ചും ഒരെണ്ണം 2.5 ഇഞ്ചും വീതിയിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് ചെറുത്, ഒന്ന് വലുത്, ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബാൻഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ക്രോസ് പീസ് ആണ്. അതായത് നെക്കിന് പിടിപ്പിക്കേണ്ട ക്രോസിനെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഇതിങ്ങനെ ബാലൻസ് ഉള്ളതിനെ നിവർത്തിയിടുക. നേരത്തെ നമ്മൾ ക്രോസ് പീസ് ഫ്രണ്ടിൽ കട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നതാണ്, വലിച്ചു നോക്കുക. നിങ്ങൾ ശരിയായ ക്രോസിനെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ചരിച്ചാണ് വലിക്കുന്നതെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ചെരിവേ വരുന്നുള്ളൂ. അത് തന്നെയുമല്ല, ഒരു പരിധി കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല, മാക്സിമം വലിച്ചാലും പിന്നെയും വലിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതാണ് ശരിയായ ക്രോസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം 3/4 ഇഞ്ചോ 1 ഇഞ്ചോ വീതിയിൽ കട്ട് ചെയ്യുക. മാക്സിമം ചെറിയ വീതിയിൽ കട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ചെറിയ വീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ ആ രീതിയിൽ 2 3 പീസ് നിങ്ങൾക്ക് മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ നെക്കിന് ആവശ്യമുള്ള വീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഇവിടെ എടുക്കുന്ന വീതി. ഇതേ അളവ് തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കട്ടിങ്
കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി കട്ടിംഗ് ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്യുവാൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. അതുകൊണ്ട് ഈ അളവുകൾ കൈകാര്യം ചെയ്തതുപോലെ തന്നെ മറ്റളവുകളിലും നിങ്ങൾ മറ്റു തുണികളിൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. നന്നായി ബോധ്യം വന്നതിന് ശേഷം മാത്രം അളവുകൾ വരയ്ക്കുവാനും കട്ട് ചെയ്യുവാനും ശ്രമിക്കുക. ഈ 2 മൊഡ്യൂളുകളിലുമായി പഠിച്ച കട്ടിംഗ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.